പ്രിയപ്പെട്ടവരെ, ഈ ഒരു ചെടി നമ്മുടെ എല്ലാ വീടുകളിൽ സ്വാഭാവികമായിട്ട് കാണപ്പെടുന്നതാണ്. പക്ഷേ ഈ ചെടിയെ ഒറ്റയ്ക്ക് നടരുത് എന്നാണ് പറയുന്നത്. ഒറ്റയ്ക്ക് നടരുത് എന്ന് പറഞ്ഞാൽ അത് എന്തെങ്കിലും ദോഷം സമ്മാനിക്കും എന്നുള്ളത് കൊണ്ടല്ല, ഇതിൽ നിന്ന് കിട്ടേണ്ടുന്ന പൂർണ്ണമായിട്ടുള്ള ഗുണങ്ങളെ നമുക്ക് കൈവരിക്കാൻ കഴിയാതെ പോകും എന്നുള്ളത് കൊണ്ടാണ്. ഈ ചെടിയുടെ പേര് നന്ദ്യാർവട്ടം എന്നുള്ളതാണ്. നന്ദ്യാർവട്ടത്തിന് വിഷ്ണുപ്രിയ, നന്ദിവൃക്ഷ എന്നൊക്കെ പറയാറുണ്ട്. ഈ വിഷ്ണുപ്രിയ എന്ന് പറയുന്ന പേരിൽ നിന്ന് തന്നെ അതില് വിഷ്ണുവിന് ഏറ്റവും പ്രിയതരമായിട്ടുള്ള പുഷ്പങ്ങൾ ഒന്നാണെന്നും അത് മഹാലക്ഷ്മിയുടെ സാന്നിധ്യവും നമുക്കവിടെ കാണാം. നന്ദിവൃക്ഷ എന്ന് പറയുന്ന വാക്കുകൊണ്ട് തന്നെ നന്ദിക്ക് അഥവാ ശിവന് ഏറ്റവും പ്രിയതരമായത് എന്നുള്ളതും അർത്ഥമുണ്ട്. അതായത് നന്ദ്യാർവട്ടം എന്ന് പറയുന്ന ഒരു ചെടി വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടില് ശിവന്റെയും വിഷ്ണുവിന്റെയും സാന്നിധ്യം നിശ്ചയമായിട്ടുണ്ടാവും. പക്ഷെ ഒരു കാര്യമുണ്ട്, നന്ദ്യാർവട്ടത്തിനെ യഥാവിധി പരിപാലിക്കണം. പണ്ട് കാലങ്ങളിൽ നന്ദ്യാർവട്ടത്തെ തുളസിക്ക് സമാനമായിട്ട് പരിപാലിച്ചു പോന്നിരുന്നു. എന്നാൽ പിൽക്കാലത്ത് അതിന്റെ അത്തരം പ്രസക്തി നമ്മുടെ നാട്ടിൽ കുറഞ്ഞു വന്നു. അറിവില്ലായ്മ കൊണ്ടാണ് ആചാരങ്ങള് നമ്മുടെ കൈവശത്ത് നിന്ന് കുറെ നഷ്ടപ്പെട്ടിരുന്നു കുറെ കാലം മുമ്പ്. ഇപ്പൊ എല്ലാം തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് നമ്മൾ ഓരോരുത്തരും അറിവുകളെ പകർന്ന്. അപ്പോ ഈ നന്ദ്യാർവട്ടത്തിനോടൊപ്പം മറ്റൊരു ചെടി കൂടി നട്ടുപിടിപ്പിക്കണമെന്ന് പറഞ്ഞല്ലോ. അത് വേറൊന്നുമല്ല, തുളസിയാണ്. ഈ തുളസി നന്ദ്യാർവട്ടത്തിനോടൊപ്പം നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ആ വീടുമായിട്ട് ബന്ധപ്പെട്ട ഈ നന്ദ്യാർവട്ടത്തോടൊപ്പം തുളസി നട്ടുപിടിപ്പിച്ചാൽ വളരെയധികം ഗുണങ്ങൾ സമ്മാനിക്കുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പൊ അത് എങ്ങനെയാണ്, എപ്രകാരമാണ് ആ തുളസി നടേണ്ടത്, അത് ഏത് ദിവസം നടണം, അത് എങ്ങനെ പരിപാലിക്കണം എന്നുള്ള എല്ലാ കാര്യവും പറയാം. ഇതിനോടകം നന്ദ്യാർവട്ടത്തിന്റെ ചുവട്ടില് തുളസി നട്ടിട്ടുള്ളവരാണെങ്കിലും നിങ്ങൾ ഇത് കാണണം. കാര്യം എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടാവുന്ന ഗുണങ്ങൾ വളരെ വലുതാണ്. കാര്യം ഇതിൽ പ്രധാനമായിട്ടും ഐശ്വര്യത്തിന്റെ പ്രതീകമാണ്. സാമ്പത്തിക അഭിവൃദ്ധി ഇതുമൂലം ഉണ്ടായി വരും. രണ്ടാമത്തെ കാര്യം, കടങ്ങൾ വീട്ടാൻ വളരെ നല്ലതാണ്. അതായത് വീടിനെ ഗ്രസിച്ചിരിക്കുന്ന കടം എന്ന് പറയുന്ന ആ പ്രാപഞ്ചികമായിട്ടുള്ള ഒരു സന്ദേശമുണ്ട്. ഒരു വീടിന് അത് നിർമ്മിച്ചു കഴിയുമ്പോൾ തന്നെ പ്രപഞ്ചത്തിൽ നിന്നൊരു സന്ദേശം അത് റിസീവ് ചെയ്തുകൊണ്ടിരിക്കണം. ചിലത് സമ്പത്താണ് ആഗിരണം ചെയ്യുന്നതെങ്കിൽ ചിലത് കടങ്ങളും ബാധ്യതയും എല്ലാമാണ് ആഗിരണം ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ നോക്കണം, നമ്മുടെ വീട്ടിൽ ഒരുപാട് ബാധ്യതകളൊക്കെ കൂടി വരികയാണെങ്കിൽ നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു നന്ദ്യാർവട്ടവും വേണം, ഒരു തുളസിയും വേണം. അത് എപ്രകാരം നടണം എന്നുള്ളത് ഈ വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അപ്പൊ എങ്ങനെയെങ്കിലും നട്ടുപിടിപ്പിച്ചാൽ പോരാ, അത് എങ്ങനെയാണെന്നുള്ള കൃത്യമായ രീതി മനസ്സിലാക്കിയാൽ അതിന്റെ ഗുണം വർദ്ധിച്ചു വരും. നമസ്കാരം, ഞാൻ RJ അയ്യർ ഹരിചന്ദന മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ മോട്ടിവേഷൻ സംബന്ധമായ കുറേയധികം കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിന്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനലിൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. അപ്പോൾ നന്ദ്യാർവട്ടം നടാൻ ഏറ്റവും യോജ്യമായ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഴക്ക് ഭാഗം തന്നെയാണ്. അതായത് നമ്മുടെ വീട് കിഴക്കോട്ടാണ് ഇരിക്കുന്നെങ്കിൽ കിഴക്ക് നട്ടുപിടിപ്പിക്കുന്ന ഏറെ ശുഭമാണ്. ഇനി നമ്മുടെ വീട് വടക്കോട്ടോ പടിഞ്ഞാറോട്ടോ തെക്കോട്ടോ ആണെങ്കിലും വീടിന്റെ മുഖസങ്കല്പത്തില് നമുക്ക് വീട്ടിന്റെ മുന്നിൽ നട്ടുപിടിപ്പിക്കാം എന്ന് പറയുന്നുണ്ട്. അതായത് വീടിന്റെ ഫേസ് അനുസരിച്ച് നമുക്ക് ഇത് നടാം എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യമായി കാണുമല്ലോ. എന്നാൽ ഒരു വീട് ഇരിക്കുന്നത് കിഴക്കോട്ടാണ്, ഈ വ്യക്തി കൊണ്ടുവന്ന് തെക്ക് നന്ദ്യാർവട്ടം നട്ടുപിടിപ്പിക്കുന്നത് അത്ര കണ്ട് ശരിയില്ല. നിങ്ങളുടെ കിഴക്കിലൊന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നട്ടുപിടിപ്പിക്കാൻ തെറ്റില്ല, അത് മാത്രമായിട്ട് നട്ടുപിടിപ്പിക്കരുത് എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വീട്ടിന്റെ മുന്നിൽ ഒരു നന്ദ്യാർവട്ടമുണ്ട്, അതിന്റെ ചുവട്ടില് നമ്മളൊരു തുളസിയും കൂടെ നടാൻ ഉദ്ദേശിക്കുന്നു. കാര്യം അവിടെ വിഷ്ണുപ്രിയ എന്ന് പറയുന്ന ഭാവത്തില് മഹാലക്ഷ്മിയുടെ സാന്നിധ്യം അവിടെ കൂടെ ഉണ്ടാവണം. അതായത് ഈ നന്ദ്യാർവട്ടത്തിന് ചുറ്റുവട്ടം ഒട്ടും അശുദ്ധങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. ആചാരങ്ങളിൽ ലംഘിക്കപ്പെട്ടത് അതിന്റെ ചുവട്ടിൽ പലതരം അശുദ്ധങ്ങൾ വരുന്നു എന്ന് ഉള്ളത് കൊണ്ടാണ്. അപ്പൊ തുളസി എന്ന് പറയുന്ന ഒരു ചെടി ഉണ്ടെങ്കിൽ അതിന്റെ പരിസരങ്ങളിൽ അശുദ്ധം ഉണ്ടാവില്ല എന്നാണ് സങ്കല്പം. അത് ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കും എവരുടെ. അപ്പൊ എന്ത് ചെയ്യണം, നന്ദ്യാർവട്ടത്തിന്റെ അടുത്ത് ആ ഒരു ചുറ്റളവില് നമുക്ക് ഏതാണ്ട് ഒരു 2 കൈപ്പത്തി ദൂരം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ 2 കൈ ഇങ്ങനെ വെക്കുന്നത് 2 കൈപ്പത്തി ദൂരത്തില് ഒരു വൃത്തം വരച്ചാൽ അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് തുളസി നട്ടുപിടിപ്പിക്കണം. തുളസി നട്ടുപിടിപ്പിക്കാൻ ഏറ്റവും ശുഭകരമായിട്ടുള്ള ദിവസം ഒന്നുകിൽ വ്യാഴാഴ്ച ആയിരിക്കണം, അല്ലെങ്കിൽ അതൊരു ഏകാദശി ആയിരിക്കണം. എന്നാൽ ആദിത്യന്റെ ദിവസം ഇത് ചെയ്യരുത്. ഞായറാഴ്ച ദിവസം ഇത് ചെയ്താൽ ഗുണകരമല്ല എന്ന് ഒരു വിശ്വാസമുണ്ട്. ഇത് നടേണ്ടുന്ന സമയം എന്ന് പറഞ്ഞാൽ രാവിലെ സമയത്താണ്, പുലർച്ചെയാണ്, വൈകുന്നേര സമയത്തല്ല. വൈകുന്നേരം ഒരിക്കലും ഈ
കാര്യം ചെയ്യരുത്. രാവിലെ സമയത്ത് ചെറൊരു കുഴി കുത്തിയിട്ട് ആ കുഴിയിലേക്ക് നമ്മൾ ഒരു നുള്ള് ഭസ്മം ഇടുക. അതിനുശേഷം നമ്മൾ കുറച്ച് വെളുത്ത മണൽ കിട്ടുമെങ്കിൽ, നമ്മൾ മഴ പെയ്തൊക്കെ മുറ്റത്തൊക്കെ നോക്കാൻ വെളുത്ത മണൽ കാണും, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് മണൽ, ഒരു നുള്ളു മണൽ മതി, അത് ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് നമുക്ക് ഈ തുളസിയെ നടാം. നല്ല കൃഷ്ണ തുളസിയാണെങ്കിൽ ഏറെ ശുഭകരമായിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് എല്ലാ വ്യാഴാഴ്ചയും നമ്മൾ രാവിലെ തുളസിക്ക് ചാണകജലം ഒഴിക്കണമെന്നാണ് പറയുന്നത്. ചാണകം ഇനിയിപ്പോൾ ഒരുപാടൊന്നും വേണ്ട, കുറച്ച് വെള്ളത്തിൽ ഒരു നുള്ളു ചാണകം ഇട്ട് ഇളക്കി അത് ഒഴിച്ചാൽ മതി. അങ്ങനെ തുടർച്ചയായിട്ട് പരിപാലിച്ച് പോകാമെങ്കിൽ ആ വീട്ടിൽ അഭിവൃദ്ധി വർദ്ധിച്ചു വരും. അതുപോലെ തന്നെ ആ വീട്ടിൽ കടബാധ്യതകളും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. മാത്രമല്ല ആ കുടുംബത്തിൻ്റെ സുരക്ഷിതത്വം വർദ്ധിച്ചു വരും എന്നൊക്കെയാണ് വിശ്വാസം. അപ്പോൾ നമ്മൾ നന്ദ്യാർ വട്ടത്തിനെയും പരിചരിക്കണം, ഒപ്പം തുളസിയെയും പരിചരിക്കണം. ഈ തുളസിക്ക് ചാണകജലം ഒഴിക്കുന്നതിനോടൊപ്പം തന്നെ നന്ദ്യാർ വട്ടത്തിനും കൂടി നമ്മളത് പകരുന്നത് നന്നായിരിക്കും. ഈ തുളസി ഒരിക്കലും ഇതിന്റെ ചുവട്ടിൽ നിന്ന് മുരടിച്ചു പോകാനോ അത് നശിച്ചു പോകാനോ ഇടയില്ലാത്ത തരത്തിൽ നമ്മളെപ്പോഴും അതിനെ പരിപാലനം ചെയ്യണം. ഏതെങ്കിലും കാരണവശാൽ തുളസി എന്തെങ്കിലും മോശപ്പെട്ട അവസ്ഥ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ തുളസിക്ക് പകരം മറ്റൊരു തുളസിയും കൂടെ അരികിൽ നട്ടുപിടിക്കുക. ഒന്നിലധികം തുളസി നടുന്നതിൽ യാതൊരു വിരോധവും ഇല്ല. നന്ദ്യാർ വട്ടത്തിലും ചിലപ്പം ചില പുഴുക്കളുടെയൊക്കെ ആക്രമണം ഉണ്ടായി അത് നശിച്ചു പോകുന്ന സാധ്യത വരികയാണെങ്കിൽ, ചില ഒട്ടും ധനമൊന്നും നിൽക്കാത്ത, ഐശ്വര്യം നിൽക്കാത്ത വീടുകളിൽ നന്ദ്യാർ വട്ടവും നിൽക്കാറില്ല. ശ്രദ്ധിച്ചറിയാം, അതിലെപ്പോഴും ഒരു തരം പുഴു കയറിയിട്ട് ആ നന്ദ്യാർ വട്ടത്തെ നശിപ്പിച്ചു കളയും. അപ്പം നമ്മൾ ഒന്നിലധികം ചെടികളെ അപ്പോൾ കിഴക്ക് ഭാഗത്ത് എവിടെയെങ്കിലും നട്ടുപിടിപ്പിക്കുന്നത് നന്നായിരിക്കും. ഇതൊക്കെ കൊണ്ട് നമ്മുടെ വീട്ടിലെ ഒരു സുരക്ഷിതമായ ഊർജത്തെ നമുക്ക് ക്രമീകരിക്കാൻ പറ്റും. ഈ പ്രകൃതി ഉപാസന എന്ന് പറയുന്ന ഒരു തലത്തിലാണ് ഇത്തരം ചെടികളെയും കാണേണ്ടത്. ചെടികളിലെ നമ്മൾ എപ്പോഴും എന്താണ്, അതിൻ്റെ ആയുർവേദ ഔഷധ ഗുണങ്ങളെയാണ് നമ്മൾ പൊതുവിൽ കാണുന്നത്. ചിലതൊക്കെ ആണെങ്കിൽ ഭംഗി എന്നുള്ള രീതിയിലാണ് നമ്മൾ വളർത്തുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഓരോ ചെടിയിലും ദേവതാ സങ്കല്പങ്ങൾ കുടിയേറുന്നുണ്ട്. അപ്പോൾ ആ ദേവതയ്ക്ക് ആ പൂർത്തീകരണമായിട്ടുള്ള ഭക്തന്റെ ആ സമർപ്പണങ്ങളെല്ലാം തന്നെ ആ വീട്ടിലെ ഐശ്വര്യത്തെ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിൻ്റെ കീഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഒപ്പം തന്നെ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതി. അതിനായിട്ട് ഇതുവരെയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക. ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. എങ്കിൽ മാത്രമായിരിക്കും പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ റെക്കമെൻഡേഷൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് യൂട്യൂബ് അയച്ച് നൽകുകയുള്ളൂ. എങ്കിലല്ലേ നിങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുള്ളൂ, നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവുള്ളൂ. അതും കൂടി ഉപയോഗപ്രദമാക്കുക. അപ്പോൾ ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. അപ്പോൾ മറ്റൊരു വീഡിയോ, മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ അയ്യർ ഹരിചന്ദന മഠം. നമസ്തേ.